അച്ചാറൊന്ന് കൂട്ടിയിട്ടൊന്ന് അച്ചാറും ഇതും എല്ലാം കൂടി ഒരുമിച്ചെടുത്തിട്ട് ജസ്റ്റ് ഇത് മാത്രമേ ഞാൻ കഴിച്ചു നോക്കിയിട്ടുള്ളൂ. നമ്മളെ മമ്പയർ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ കഞ്ഞിയിലിട്ടിട്ടൊന്ന് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. അച്ചാറും സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി. ഹായ്, എല്ലാവർക്കും മോട്ടൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ രാത്രി ഉണ്ടാക്കുന്നത് കഞ്ഞിയും മമ്പയർ തോരനുമാണ്. അപ്പം മമ്പയർ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ ഈ മമ്പയർ പുതിർത്ത് വെച്ച് ഒരു 2 മണിക്കൂർ നേരം പുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഇതിപ്പം. അപ്പം ഞാനിത് കുക്കറിലേക്ക് ഇടുകയാണ്. ഇതിങ്ങനെ കുക്കറിലേക്ക് ഇടുകയാണ്. 1/2 ടീസ്പൂൺ മുളകിൻ്റെ പൊടിയാണ് ഇടുന്നത്. ഇത് കാശ്മീരി മുളകാണ് ഇടുന്നത്. പിന്നെ ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, പച്ചമുളക് ഒന്നേ ഇടുന്നുള്ളൂ, പിന്നെ കറിവേപ്പില 2 കൊന്താണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ആദ്യം തന്നെ ഇത് കുക്കറിൽ വേവിക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ഇതിലേക്ക് ഇടേണ്ടത്. പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളവും ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതായത് ഏകദേശം മുങ്ങത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കുന്നുണ്ട്. കാരണം അത് അടിയിലൊന്നും പിടിച്ചു പോകണ്ട. അപ്പം നമ്മൾ മുങ്ങത്തക്ക രീതിയിലാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, ധൈര്യമായിട്ട് കുക്കറിലെടുത്ത് വെക്കാം. ഇനി ഞാൻ കുക്കർ അടച്ച് വയ്ക്കുകയാണ്. എന്നിട്ടൊരു 2-3 വിസിലടിച്ചിട്ട് ആണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് പാചകം ചെയ്ത് വരാം. നമുക്ക് നേരത്തെ എടുത്ത് വെച്ചാൽ നമ്മളെ പയർ എന്തായി നോക്കാം, വൻപയർ എന്തായി നോക്കാം. അപ്പം വിസിൽ ഞാൻ 3 വിസിലടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നുള്ള കാര്യങ്ങൾ നോക്കാം നമുക്ക്. ഇത് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് വറവിലിടാം. ഇനി വറവിന് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇനി ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞ് കടുകിടും. കുറച്ച് കടുക് അതൊന്ന് പൊട്ടിക്കട്ടെ. വേപ്പില കുറച്ച് വെച്ച് നല്ല ജീരകം, പിന്നെ നമ്മളെ ചെറിയുള്ളി നന്നായി അരിഞ്ഞത് അത് ഇതിലേക്ക് ഇടുകയാണ്. പിന്നെ വെളുത്തുള്ളി, ഇത് ചതച്ചതാണ്. വെളുത്തുള്ളി ഒരു 5-6 അല്ലി ഉണ്ടാവും വെളുത്തുള്ളി. അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഒരു 10 ഉണ്ട്, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒന്ന് ഒഴിക്കാം. കുറച്ചുകൂടി വെളിച്ചെണ്ണ ഇതിനാവശ്യമുണ്ട്. ഇത്രയും മതി. ഇനി ഈ നമ്മളെ ചെറിയ ഉള്ളി ഒന്ന് വഴന്ന് വരട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടാം. ഇതിപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ നമ്മളെ ചെറിയ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണമൊക്കെ മാറി നല്ലൊരു മണമൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മളെ വറ്റൽമുളകൊന്ന് മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ചില്ലി ഫ്ലേക്സ് കണ്ടോ, ഇതാ ഇത് നമ്മൾ വാങ്ങാൻ കിട്ടും ചില്ലി ഫ്ലേക്സ്. പക്ഷേ ഞാനിത് വാങ്ങിയതല്ല. ഞാൻ ഇവിടെയുള്ള വറ്റൽമുളക് വറുത്ത് ഒന്ന് പൊടിച്ചാൽ അത് അങ്ങനെയും വേണേൽ ചെയ്യാം നമുക്ക്. അല്ലാതെ വാങ്ങണമെന്നൊന്നുമില്ല. ഒന്ന് വറുത്തെടുത്ത് അതിന് ശേഷം ഞാനൊന്ന് പൊടിച്ച് തരാം. പിന്നെ ഞാൻ ഇതിലിടുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും കുറച്ചുകൂടി. ഇനി ഈ കുരുമുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറട്ടെ. എന്നിട്ട് മതി നമുക്ക് ഇനി വൻപയറൊക്കെ ഇട്ട് നിന്ന് ഇളക്കണമെങ്കിൽ. നമ്മളെ ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയിട്ട് നന്നായിട്ടൊന്ന് പാകമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നമ്മൾ വേവിച്ച് വെച്ച വൻപയർ ഇതിലേക്ക് ഇടുകയാണ്. മമ്പയർ എന്ന് പറയും അതിന്. കുറച്ചൊരു വെള്ളം ലേശമുണ്ട് അതിൻ്റെ അടിയിൽ, അതൊന്ന് വറ്റിക്കോട്ടെ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ആ ജീരകമൊക്കെ പൊടിച്ചതിന് ജീരകമൊക്കെ നന്നായി ചതച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ നല്ലൊരു മണമുണ്ട്. ഇപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ രുചിച്ചില്ല, എന്നാലും അത് നമ്മളിങ്ങനെ മണക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് ശരിക്കും വായിലേക്ക് വരുന്നുണ്ട്. ഇതൊന്നെങ്കിൽ അതിൻ്റെ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റിക്കോട്ടെ. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഇത് ചേർക്കാം അതിൻ്റെ അകത്ത്. നമ്മളെ പയറൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചിരവിട്ടതും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി, തേങ്ങ ചിരവിയത്. ഞാൻ പിന്നെ ഇടുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും നമ്മൾ തോരനായി വരിക നന്നായിട്ട്. അല്ലെങ്കിൽ പിന്നെ മെഴുക്ക് പറ്റി, അതായത് തേങ്ങ ഇല്ലാതെ അതാകുമ്പോൾ കുറച്ചുകൂടി ദിവസം നമുക്കിനി കുറേ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ദിവസം ഫ്രിഡ്ജിലൊക്കെ എടുത്ത് ചൂടാക്കി കഴിക്കാം. പക്ഷേ ഇതിപ്പോൾ ഞാൻ തേങ്ങ ഇട്ടത് കൊണ്ട് അങ്ങനെ അറിയാം, തേങ്ങ വേഗം കേട്ട് വരുന്ന സാധനമല്ലേ. അപ്പം തേങ്ങ ഇട്ടപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ തേങ്ങ ഇട്ടതാണ്. അപ്പോൾ കഞ്ഞി കൂട്ടുമ്പോൾ നന്നായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും. ഇത് നല്ല ഹെൽത്തിയായ സംഗതിയാണ്. മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ദഹനവും കഞ്ഞിയും വമ്പയറിൻ്റെ തോരനും കഴിച്ചാൽ നല്ല ദഹനം ഉണ്ടാവും.
അപ്പോൾ മഴക്കാലത്ത് ഏറ്റവും ഉത്തമമായ ഒരു ഭക്ഷണ രീതിയാണിത് ശരിക്കും. എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. ഇതിൽ വേറൊരു ഇൻഗ്രീഡിയൻസ് നമ്മൾ വേറൊരു പുതിയൊരു സംഗതി എന്താ വെച്ചാൽ നമ്മൾ കുരുമുളകിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്. അധികം പേര് കുരുമുളക് പൊടി അങ്ങനെ ചേർക്കാറില്ല. പക്ഷെ ഇത് നല്ല ടേസ്റ്റാണ്. കുരുമുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അധികം ആവാൻ പാടില്ല. അപ്പോൾ മറ്റുള്ള നമ്മളെ പൊടികളൊക്കെ കുറച്ചൊന്ന് കുറയ്ക്കണം. മുളക് പൊടിയൊക്കെ കുറച്ചിട്ട് ആണ് കുരുമുളക് പൊടി ഇടേണ്ടത്. അപ്പം ഇതൊന്ന് ഒതുക്കി അവിടെ ഒന്ന് കുറച്ചൊന്ന് ജസ്റ്റ് അമർത്തി ഒന്ന് വെക്കുന്നുണ്ട്. ഞാൻ ഗ്യാസ് ഓഫാക്കി ഇനി ഞാൻ ഇത് സെർവിങ് ബോളിലേക്ക് മാറ്റുകയാണ്. ഇതിപ്പോൾ നമ്മുടെ മമ്പയർ സെർവിങ് ബോളിലേക്ക് ഞാൻ പകർന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇപ്പം നല്ല ടേസ്റ്റ് കൂടി ഞാൻ നോക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ പാൽക്കഞ്ഞിയും അതുകൊണ്ട് കൂടെ ഉണ്ട്. പാൽക്കഞ്ഞിയും അതായത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഉള്ള കഞ്ഞിയാണ്. ദഹനത്തിനൊക്കെ നല്ല സംഗതി അത്. അപ്പോൾ പിന്നെ നാരങ്ങ അച്ചാറും. അപ്പോൾ ഇത് നമുക്കൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാൻ. ഞാൻ നേരത്തെ ഓൾറെഡി ഒന്ന് കഴിച്ച് നോക്കിയതാണ്. അച്ചാറൊന്നും കൂട്ടിയിട്ടൊന്നും അച്ചാറും ഇതും എല്ലാം കൂടി ഒരുമിച്ചെടുത്തിട്ട് ജസ്റ്റ് ഇത് മാത്രമേ ഞാൻ കഴിച്ച് നോക്കിയിട്ടുള്ളൂ. നമ്മളെ മമ്പയർ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ കഞ്ഞിയിലിട്ടിട്ടൊന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അച്ചാറും സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി സംഭവമായിട്ടുള്ളത്. വേറൊന്നും പറയാനില്ല. അടിപൊളി സാധനം. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലത് എന്തായാലും ഉണ്ടാക്കി വെക്കാം. മമ്പയർ ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല മമ്പയർ. പക്ഷേ ഇത് ഇങ്ങനെ ഉണ്ടാക്കി നല്ല ടേസ്റ്റാണ് കുരുമുളകൊക്കെ ചേർത്തിട്ട്. അപ്പോൾ എല്ലാം ഇത് എന്തായാലും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അടിപൊളി സാധനമാണ്. നല്ല അടിപൊളി ഫുഡാണിത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.